ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്നേ കുറച്ച് ടിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ടിപ്പ് എന്ന് പറയുമ്പോൾ പൊട്ട ടിപ്പല്ല കേട്ടോ, നല്ല ടിപ്പുകളാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ 1.5 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൈക്ക് നീളം തികയില്ല. ബാക്ക് സൈഡ് എടുത്തു, അതിനുശേഷം കൈ എടുത്തപ്പോഴത്തേക്കും കൈക്ക് ജോയിൻറ്റ് വന്നു. കണ്ടോ, അതാ ഇവിടെ ജോയിൻ്റ് ഉണ്ട്. അത് ഞാൻ തയ്ക്കാനിരുന്ന് തയ്ച്ച് ഒരുവിധമായി കഴിയുമ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത്, അയ്യോ നിങ്ങളെ കാണിച്ചു തരായിരുന്നല്ലോ, നിങ്ങൾക്കും ഇത് യൂസ് ആവുമല്ലോ എന്നൊക്കെ കരുതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ലേസൊക്കെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ലേസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലേസൊക്കെ ഉണ്ട്, കളർ മാച്ചിങ് ലേസൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. സ്ലീവിലാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ജോയിൻ്റ് അറിയാണ്ടിരിക്കാൻ എങ്ങനെ വെക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ഗോൾഡൻ കളർ ഡോട്ടുള്ള മെറ്റീരിയൽ 1.5 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് എൻ്റെ അളവിൽ കട്ട് ചെയ്തു. ഇതെൻ്റെ ചുരിദാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് എൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ബാക്കിലേക്ക് ആ 1.5 മീറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ചുണ്ടാവുമല്ലോ, 44 ഇഞ്ച് വീതിയുള്ള തുണിയാകുമ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് കിട്ടുമല്ലോ, അത് ഞാനെടുത്ത് മാറ്റി വെച്ചു. പിന്നെ സ്ലീവ് നമുക്ക് കുറച്ച്, അതായത് ഒരു കുറച്ച് വരെ സ്ലീവ് ജോയിൻ്റ് ഇല്ലാണ്ട് കിട്ടി. പിന്നെ ഞാനൊരു ജോയിൻറ്റ് വെച്ചു കേട്ടോ. എന്നിട്ട് ആ ജോയിൻറ്റ് വെച്ച ഭാഗത്തും കൂടെ അതായത് ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കണം. ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് നമ്മുടെ അളവിൽ കട്ട് ചെയ്തെടുക്കുക ആദ്യം. അതിന് ശേഷമാണ് ഇതുപോലുള്ള ഉടായ്പ പണികളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചുരിദാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കും സ്ലീവും ഓക്കെ ആയല്ലോ. ഇനി ഫ്രണ്ട് റെഡിയാക്കി എടുത്ത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതാ നോക്കി, നമ്മുടെ ലേസ് ഇങ്ങനെ കിടന്നിട്ട് അതിൽ നൂല് ചുറ്റി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ അഴിച്ചെടുത്തു. കണ്ടോ, കാണാൻ മാത്രമൊന്നുമില്ല, എങ്കിലും ആ ജോയിൻറ്റ് കാണില്ല. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതാ 2 സ്ലീവ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ബാക്ക് കറക്റ്റായിട്ട് ഒറ്റ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. തേച്ചിട്ടില്ല, കുറച്ച് ദിവസമായി ഇതിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ മെറ്റീരിയൽ ചുളുങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ചു. ഇനിയിപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തേച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ തേക്കുമ്പോൾ ചുളിവ് മാറുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് തേച്ചാൽ മതി കേട്ടോ. ഫ്രണ്ട് സൈഡ് നോക്കിയേ, ദാ ഫ്രണ്ട് സൈഡിലേക്ക് ഇത്രയും ഭാഗത്തേക്ക് മാത്രമേ നമുക്ക് ആ പീസ് കിട്ടിയുള്ളൂ. 2 സൈഡിൽ ഞാൻ കടയിൽ നിന്ന് ഒരു വെട്ടേഷൻ എടുത്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കളർ മാച്ചിങ് നോക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേ സെയിം കളർ തന്നെയാണ് ഞാൻ ലേസും വെച്ചത്. ആ സൈഡിൽ വന്ന ആ ഒരു കണ്ടോ ഈ ലേസ്. അപ്പോൾ ഈ ലേസ് നമുക്കിതാ ഇവിടെ നെക്കിലല്ല, അതായത് ഇതുപോലെ ആ ഒരു പീസിലേക്ക് ഇങ്ങനെ നിൽക്കണ രീതിയിൽ, ആ ജോയിൻറ്റ് കാണാത്ത രീതിയിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പുറത്തേക്ക് വെച്ചാൽ കാണില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തേക്ക് വെക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് ലേസ് കാണണമല്ലോ. അപ്പോൾ ഇങ്ങനെ അടിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്കൊരു പണി ചെയ്യാം, നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നെക്ക് ഒട്ടും അറിയില്ല, നെക്ക് കട്ട് ചെയ്യാനൊന്നും അറിയാത്തവർക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വലിയ പണിയൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യണതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്രയും ചെയ്തപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നെക്കിൻ്റെ വീതി ഉണ്ട്, നടുക്കുള്ള പീസ് 8 ഇഞ്ച്, അതായത് നമ്മൾ സാധാരണ 4 ഇഞ്ച് സ്ക്വയർ നെക്കിനൊക്കെ ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ വീതി 8 ഇഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ നെക്ക് കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം നെക്കിനുള്ള ഇറക്കം. അപ്പോൾ നെക്ക് വീതിയിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഇറക്കം കുറച്ചെടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബ്രേസറിൻ്റെ വള്ളിയൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ എടുക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചാണ്. ഇത് ഞാനിപ്പോൾ 6 ഇഞ്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1/2 ഇഞ്ച് മൈനസ് ചെയ്തു. എന്നിട്ട് ഇതാ വെട്ടണ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നോക്കാം. ആദ്യം നമുക്കേ ഈ നമ്മളിപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെതായ ഇതുപോലെ അങ്ങ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ 6 ഇഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വെട്ടുമ്പോൾ നോക്കിയേ, സൈഡിലൊരു 4 ഇഞ്ച് നിർത്തിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. ആ പീസ് മൊത്തമായിട്ട് വെട്ടണില്ല, കണ്ടോ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിർത്തും കേട്ടോ. ക്യാൻവാസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യണ എങ്ങനെയാന്ന് കേട്ടോ കാണിച്ചു തരാം. ഇനിയിപ്പോൾ റൗണ്ട് നെക്കിലാണ് വെട്ടണമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്ക്വയർ ആയിട്ടല്ലേ വെട്ടിയത്. അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് ക്രോസ് പീസ് വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല. കറക്റ്റായിട്ടുള്ള ഒന്നില്ലെങ്കിൽ ക്യാൻവാസ് വെച്ചടിക്കണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ ഒന്ന് അടിച്ച് നോക്കൂ. ഇതാ കറക്റ്റായിട്ട് സ്ക്വയർ വെട്ടിയെടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ളത് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീതി ഞാനൊരു 4 ഇഞ്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 4 ഇഞ്ച് നെക്ക് വേണമെങ്കിൽ 3.25 ഇഞ്ച് വെട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ലൈനിങ്ങിൻ്റെ കഷ്ണമാണ്. അതിൻ്റെ ഈ തേരുള്ള ഭാഗം നീളത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. തേരുള്ള ഭാഗവും തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അടിയിലും കുറേ മടക്കും തിരിവും ഒക്കെ വേണ്ടി വരും. തേരാകുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് മടക്കി വെച്ചാൽ മതിയല്ലോ. ഇനി ഇതാ സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം. ഇതാ ഇങ്ങനെ വെച്ചിട്ടേ ആ തേരുള്ളത് ഇപ്പുറത്തേക്ക് വെച്ചേക്കാണ്ട് അടിയിലേക്ക് മടക്കാൻ വേണ്ടിയിട്ട് നെക്ക് ഇതായത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ
ഒരു സൈഡ് മാത്രം അടിക്കുക കേട്ടോ. അതായത് നമ്മുടെ രണ്ട് ഇങ്ങനെ മടക്കി വെച്ച് തിരിച്ച് വേണമെങ്കിൽ പോവാം. പക്ഷേ നമുക്ക് അതിനേക്കാൾ എളുപ്പം എങ്ങനെയാണെന്നറിയോ? ഇതാ ഇവിടെ വരെ ഒന്ന് അടിക്കുക, എന്നിട്ട് അവിടെ കെട്ടിട്ട് നിർത്തുക. നെക്ക് കവർ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് കെട്ടിട്ട് നിർത്തുക. ഒരുപാട് ഇങ്ങോട്ട് ഇറങ്ങി പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നെക്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് സൈഡൊക്കെ ഞാൻ റെഡിയാക്കി എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണെന്നൊക്കെ. അതേപോലെ തന്നെ നിങ്ങൾ തുണികൾ ഇപ്പോൾ വെട്ട് കഷ്ണം നമ്മൾ തയ്യൽ തുടങ്ങുകയാണെങ്കിലുണ്ടല്ലോ, നമുക്കിങ്ങനെ വെട്ട് കഷ്ണമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വെട്ട് കഷ്ണം എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് അതുകൊണ്ട് ഒരാവശ്യം ഉണ്ടാവില്ല. നമ്മളാണെങ്കിൽ വേസ്റ്റിൽ ഞാൻ കട കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അകത്തേക്ക് മടക്കി വെക്കാണ്. അതൊന്ന് നീറ്റാക്കി മടക്കി അകത്തേക്ക് വെച്ചിട്ട് ആ സൈഡ് രണ്ടും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് കടയിൽ ഇപ്പോൾ ഒരു ചാക്ക് വേസ്റ്റ് കൊടുക്കണമെങ്കിൽ 50 രൂപ വെച്ചിട്ടാണ് ഞാൻ വേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അതായത് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വേണം നമുക്ക് വേസ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു ചാക്കിന് 50 രൂപ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഞാൻ ഒരു 3-4 ചാക്കൊക്കെ ആകുമ്പോഴാണ് കൊടുക്കണം. ഒരു ചാക്കായിട്ട് അവർ എടുത്തുകൊണ്ട് പോവുകയില്ല. ഇനിയിപ്പോൾ താഴ്ഭാഗം ഫിനിഷ് ചെയ്യണം, അതുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഈ നെക്കിൻ്റെ താഴ്ഭാഗം എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതുപോലുള്ള കുഞ്ഞു പീസുകളുണ്ടല്ലോ, നമ്മൾ കളയാനെടുത്ത് വെച്ച് കഴിയുന്നത് ഞാൻ എടുത്ത് മാറ്റി വെക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേസായിട്ട് എവിടെയെങ്കിലൊക്കെ ഉപയോഗിക്കാമല്ലോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ യോപ്പാട്ടായിട്ടൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് മാറ്റി വെക്കുന്നതാണ്. കസ്റ്റമർക്കാണെങ്കിൽ ഞാൻ അതുപോലെ മാച്ചിങ് ആയിട്ടൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ തുണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽ അതിന് മാച്ചിങ് ആയിട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ യോക്കായിട്ടൊക്കെ എടുത്തു കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും എന്തെങ്കിലുമൊക്കെ വെട്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുകയും ചെയ്യാമല്ലോ. അങ്ങനെ അപ്പോൾ നെക്കിൻ്റെ താഴ്ഭാഗവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്വയറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ അടിച്ച് അകത്തേക്ക് മടക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സൈഡ് അടിച്ച പോലെ തന്നെ നമുക്ക് ഇവിടെ അടിച്ചെടുക്കാം. അപ്പോൾ റൗണ്ടാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. റൗണ്ട് നെക്കാണെങ്കിൽ ഞാൻ എപ്പോഴും കാണിച്ചു തരാറില്ലേ, നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള വെട്ട് കഷ്ണോ സാരിയുടെ മുന്താണിയോ നല്ല ഭംഗിയുള്ള മുന്താണിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പട്ട് സാരിയുടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ തയ്ക്കുകയാണെങ്കിൽ മുന്താണി ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ചുരിദാറൊക്കെ തയ്ക്കാനാണെങ്കിൽ മുന്താണിയുടെ ആവശ്യം വരില്ല. അപ്പോൾ അത് മാറ്റി വെക്കും. അപ്പോൾ അതൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും വേറെ കളർ മാച്ചിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. ഫ്രണ്ടിൽ ബാക്ക് ഒറ്റ പീസായിരിക്കണം. ഫ്രണ്ടിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഒരു ലേസ് വാങ്ങിക്കാൻ കിട്ടും, അത് ഞാൻ ഇനി വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ജോയിൻറ്റിട്ടൊക്കെ ചെയ്യുമ്പോഴേ ആ ലേസ് വെച്ചിട്ട് നമുക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി അതൊന്ന് വക്കൊക്കെ മടക്കിയിട്ട് അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, ക്യാൻവാസ് വെക്കണമെങ്കിൽ ക്യാൻവാസ് വെട്ടണം, ഒട്ടിക്കണം. ചിലരുടെ അത് ഒട്ടി കിട്ടൂല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇതാവുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ലേസ് വെക്കാനുണ്ട് കേട്ടോ. നമ്മളവിടെ എടുത്ത് വെച്ചേക്കുന്ന ലേസ് ഉണ്ടല്ലോ, അതായത് സ്ലീവിൽ വെച്ചില്ലേ, ആ ലേസ് ഇതിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. അതും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ചില കസ്റ്റമേഴ്സ് നമ്മളോട് വെട്ട് കഷ്ണം ചോദിക്കും കേട്ടോ. അവർക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോദിക്കും. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചേക്കും. എന്നിട്ട് അവരുടെ തുണി തയ്ച്ചിട്ട് കൊടുക്കുമ്പോൾ അക്കൂട്ടത്തിൽ വെട്ട് കഷ്ണവും കൂടെ കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഷോളിൽ എന്തെങ്കിലും പിടിപ്പിക്കാനൊക്കെ ആയിട്ടേ. അപ്പോൾ ആ ലേസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലേസ് കാണാൻ കുഞ്ഞിതാണെങ്കിലേ നല്ല മുത്തുമുത്ത് പോലത്തെ ഒരു ലേസ്. അപ്പോൾ എന്തായാലും അതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ ഗോൾഡൻ കളറൊക്കെ ലേസ് വെക്കുമ്പോൾ അലമ്പാവും. ഇതേപോലെ തിന്നായിട്ടുള്ളതൊക്കെ വെക്കുമ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പ്രായം അനുസരിച്ചാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ പ്രായം അനുസരിച്ചാണ് പറയണത്. കുറേ ഗോൾഡൻ കളർ ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചാൽ അതൊരു അലമ്പാവുമല്ലോ. ഇതുപോലെയുള്ള ലേസൊക്കെ ആണെങ്കിൽ കാണാനും ഭംഗിയുണ്ടാവും, അലമ്പാവുകയില്ല. അപ്പോൾ ഞാൻ ഈ തയ്ച്ച് കാണിച്ചു തരണതും ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ചാനൽ ഇഷ്ടമാവണുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. ലേസ് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നേരത്തെ വെക്കാൻ നോക്കിയില്ലേ, അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ നെക്ക് കട്ട് ചെയ്തത്. അപ്പോൾ നെക്കിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ആ ലേസ് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നൂല് പൊട്ടിപ്പോയി. നൂല് തയ്ക്കാനിരിക്കുമ്പോഴേ ഈ ലേസിലൊക്കെ കുത്തുമ്പോൾ പൊട്ടിപ്പോകുമ്പോൾ ദേഷ്യം വരും. പിന്നെ ഞാൻ ലേസ് വെക്കാണ്, കറക്റ്റായിട്ട് അറ്റത്തേക്ക് വെക്കാണ് കേട്ടോ. നൂല് പൊട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, ആ നൂലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ അടിച്ചതാണ് കേട്ടോ. ഇനി കറക്റ്റായിട്ട് വെച്ചിട്ട് അറ്റം വരെ അടിക്കുക. ഒന്ന് തുടങ്ങി കിട്ടിയാൽ നമുക്ക് ഇങ്ങോട്ട് അടിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. കഴുത്ത് വരെ മാത്രമല്ല, താഴേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, താഴേക്ക് അറ്റത്തേക്ക് അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ ലുക്കേ മാറിപ്പോയി. നല്ലൊരു കുർത്തിയായി കിട്ടി, നല്ലൊരു ചുരിദാറിൻ്റെ ടോപ്പായി കിട്ടി. കണ്ടോ, ലേസൊക്കെ
ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? വെള്ളയിലായിട്ട് എനിക്ക് കാണില്ല കേട്ടോ. എന്താ നോക്കിയേ, നെക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നെക്ക് സ്ക്വയറായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഇട്ടാലും നല്ല രസമുണ്ട്. നമുക്കൊരു ചെറിയ പരിപാടിക്കൊക്കെ ഇടാം. ഇതാ കയ്യിലൊക്കെ 2 സ്റ്റെപ്പ് ലേസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലേസിൻ്റെ ഭംഗിയും കൂടിയാണ് ആ ചുരിദാറിന് ഹൈലൈറ്റ്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് മൊത്തത്തിൽ ഇതാ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്, 1.5 മീറ്റർ മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2.5 മീറ്റർ ലൈനിങ് ഞാൻ എടുത്തു കേട്ടോ. എന്നിട്ടാണ് ഇതേപോലെയൊക്കെ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് അതിന് മാച്ചിങ് ആയിട്ട് ഷോളോ പാൻറ്റോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ബോട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അതിന് മാച്ചിങ് ആയിട്ടൊരു ബോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഇതേ താഴ്ഭാഗത്ത് ഇങ്ങനെ കട്ടിങ്ങൊക്കെ വെച്ചിട്ട് ഒരു അക്കോബയുടെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഞാൻ മുന്നേ ചെയ്തെടുത്തതാണ്. ഷോളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. വേറൊരു ചുരിദാറിൻ്റെ ഷോളാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കണ്ടോ ക്രീം കളർ തന്നെയാണ് ബോർഡർ വെച്ചേക്കണത്. അത് ലൈനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇടുമ്പോൾ ഒരു സെറ്റായില്ലേ. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് തയ്യൽ പഠിപ്പിക്കുന്നുണ്ട്. ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് കയറി നോക്കാം കേട്ടോ. എൻ്റെ ഒരു ഫോൺ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ലിസ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ ചിലവിൽ തയ്യൽ മുഴുവൻ പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കയറി നോക്കാം. നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക. ഡീറ്റെയിൽസ് ഞാൻ ഇട്ട് തരാം കേട്ടോ. താങ്ക്